മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. റഹീം, വിഷ്ണുവിനും ഗോപാലകൃഷ്ണനുള്ള മറുപടി നൽകാം. ഗോപാലകൃഷ്ണൻ ഒരു മഹത്തായ ചോദ്യവുമായി രാവിലെ മുതൽ നടക്കുകയാണ്. അതെല്ലാം ഇത്ര നിസ്സാരമായൊരു കാര്യമാണോ? രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ഞങ്ങളുണ്ടെന്നാണ്. ഞങ്ങൾ തോൽപ്പിച്ചോളാം, അത് നിങ്ങളുടെ സഹായവും വേണ്ട. കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാം തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സഹായത്താലല്ലോ, നിങ്ങളെയും അവരെയും ഒരുമിച്ചാണല്ലോ ഞങ്ങൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ട്, ഡൽഹിയിൽ രണ്ടുപേരോടുമായാണ് പറയുന്നത്. ശ്രീ വിശ്വനാഥിനോടും ശ്രീ ഗോപാലകൃഷ്ണനോടും വളരെ കൃത്യമായി പറയുന്നു, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാമെന്ന് ഞങ്ങൾ എവിടെയും വാക്ക് കൊടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധിയാണ് ഈ നാട്ടിൽ ഇനി പ്രധാനമന്ത്രിയാക്കാൻ യോഗ്യൻ എന്നും ഞങ്ങൾ കരുതുന്നില്ല. BJP അധികാരത്തിൽ വരരുത്. BJP അധികാരത്തിൽ വരാൻ ഒരു സെക്കുലർ ഫോഴ്സിൻ്റെ പുറകിൽ ഞങ്ങൾ നിൽക്കും. ആ സെക്കുലർ ഫോഴ്സ് ആരായിരിക്കുമെന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കോൺഗ്രസിൽ വിഷ്ണുനാഥിൻ്റെ പ്രതീക്ഷകൾ മാത്രമാണ്. വിഷ്ണുനാഥെ പ്രതിപക്ഷ നേതാവാകാൻ പോലും ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളീ പറയുന്ന മറ്റു പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ നിങ്ങളൊന്ന് സൂക്ഷിച്ച് കണ്ണോടിച്ചാൽ മതി. ശ്രീ വിശ്വനാഥ് ചോദിച്ചൊരു ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. ഒന്ന്, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി ചോദിച്ചത് തമിഴ്നാട്ടിൽ ആവർത്തിച്ച് അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ട്. എന്താണ് ക്ലാരിറ്റി? RSS അധികാരത്തിൽ വരരുത്, രാജ്യം അപകടത്തിൽപ്പെടരുത്. അതിനുവേണ്ടി പരമാവധി ഞങ്ങൾ തന്നെ മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്നിടത്ത് ഞങ്ങൾ മത്സരിക്കുക, ഇടതുപക്ഷം വിജയിക്കുക. ഇനി അല്ലാത്തിടത്ത് RSSനെ പരാജയപ്പെടുത്താൻ കഴിയുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക. അതിൽ ചിലയിടത്തെല്ലാം നിങ്ങൾ വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും നിങ്ങളല്ല. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഒരു CPM-കാരൻ വോട്ട് ചെയ്യേണ്ടത് എവിടെയാണ്? കോൺഗ്രസിനാണോ? അല്ല, SP-ക്കും BSP-ക്കുമാണ്. പോട്ടെ, അവിടെ കോൺഗ്രസ്സുകാർ പോലും SP-ക്കും BSP-ക്കും വോട്ട് ചെയ്യേണ്ടി വരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തു നിന്നും മത്സരിക്കാം രാഹുൽ ഗാന്ധിക്ക്. ഉപ്പാക്ക് മുത്തച്ഛന് ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ വിഷ്ണുനാഥെ നിങ്ങളൊന്നും ഇറങ്ങി ആ പഴയ ആനയുടെ കണക്ക് പ്രകാരം ഉത്സവ കമ്മിറ്റിക്ക് അഡ്വാൻസ് വാങ്ങിക്കരുതേ, ആനയെ കൊടുക്കാമെന്ന് പറഞ്ഞു. പറയട്ടെ, അതാ ഞാൻ പറയട്ടെ. യെച്ചൂരിക്ക് ഇവിടെ മത്സരിക്കാം എന്നൊക്കെ ചോദിക്കാണ്. ആ ചോദ്യത്തിൻ്റെ ഹുങ്ക് അഹങ്കാരം എന്താണ്? പ്രചോദിപ്പിച്ചെന്താണ്? നിങ്ങളെന്തോ ആണെന്നാണ്. നിങ്ങൾ ഇന്നലകളിൽ എന്തായിരുന്നു, ഇന്നെന്തായിരുന്നു? നിങ്ങൾ ചോദിച്ചല്ലോ എവിടെ വേണോ മത്സരിക്കാം. നിങ്ങൾക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഒരാളാണല്ലോ, അവിടെയൊക്കെ പോകാറുള്ള ഒരാളാണല്ലോ. തെലങ്കാനയിൽ എവിടെയാണ്, കർണാടകയിൽ എവിടെയാണ് മത്സരിക്കാൻ പറ്റുക? കർണാടകയിൽ മത്സരിക്കാമെന്ന് ചില മണ്ഡലങ്ങളുടെ പേരെല്ലാം പറയുന്നു. അവിടുത്തെ MLA-മാർ കൂടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. ഗുജറാത്തിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയുമോ? ഉത്തർപ്രദേശിൽ കഴിയുമോ? എവിടെ കഴിയും? നിങ്ങൾ അതൊന്നും പറയരുത്. നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ ഒരു ഗഗൻ മർമു BJP-യിൽ പോയി എന്നാണ്. അയാൾ പോയപ്പോൾ രണ്ട് കയ്യിലായിട്ട് രണ്ട് കോൺഗ്രസ്സുകാരെയും കൂടെ പിടിച്ചിട്ടാണ് പോയത്. അത് നിങ്ങൾ കണ്ടില്ലല്ലേ? ഞങ്ങൾ പുറത്താക്കിയ ആളാണ്. നിങ്ങൾ ഗഗൻ മർമുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എന്തേ മറന്നുപോയി? റീത്ത ബഹുഗുണ ജോഷി, എന്തേ ജഗദാംബിക പാൽ എന്ന UP-യിലെ മുൻ മുഖ്യമന്ത്രിയുടെ കാര്യം മറന്നുപോയി? എന്തേ കർണാടകയിലെ SM കൃഷ്ണ എന്ന മുൻ നേതാവിനെ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറന്നുപോയി? ഇനി എത്ര പേരുടെ പേര് പറയണം താങ്കളോട് ഞാൻ? ഇനി പോട്ടെ, അതെല്ലാം മാറ്റിവെക്ക്. ഇതെല്ലാം പലതവണ പറഞ്ഞതാണ്, കേരളം ഒരുപാട് കേട്ടതാണ്. ഇനി ഏതൊക്കെ MLA-മാരാണ് കോൺഗ്രസിൽ നിന്ന് അപ്പുറത്ത് പോകുന്നതെന്ന് AICC ആസ്ഥാനത്ത് പോലും ഇപ്പോൾ കണക്കെടുക്കാൻ പറ്റുന്നില്ല. കാര്യം അത് ഒരു തുടർ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നത് പോലെയുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നാലങ്ങ് വരുമല്ലോ, അതുപോലെയാണ്. മറ്റൊന്ന്, നിങ്ങളുടെ മുതിർന്ന KV തോമസ് ഒരു രാത്രി മുഴുവൻ മുൾമുനയിൽ നിന്നില്ലേ BJP പോകില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ? അതുപോലെയാണോ? താങ്കൾ പറഞ്ഞു ഒറ്റ ലക്ഷ്യമുള്ളൂ. അദ്ദേഹം പറഞ്ഞ അടുത്തൊരു തീസിസ് പറഞ്ഞു, കേരളമാകെ പിടിക്കണം, അതിന് പുറമെ ഒറ്റക്കക്ഷിയായി മാറണം. ഒറ്റക്കക്ഷിയായി മാറാൻ രാഹുൽ മാത്രം ജയിച്ചാൽ മതിയോ? രാഹുൽ ജയിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. രാഹുലിനൊപ്പം എല്ലാവരും ജയിക്കുമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏത് MP-യാണ് ആർക്ക് വിശ്വസിക്കാനാവുക? മതേതര കക്ഷികൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാനാകുമോ? എപ്പോൾ വേണമെങ്കിലും BJP ആകാമല്ലോ. രാഹുൽ ഇവിടെ മത്സരിക്കാൻ എത്തുമ്പോൾ ഇവിടത്തെ കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റുമോ? അതിൽ എത്രത്തോളം യാഥാർത്ഥ്യ ബോധമുണ്ട്? ആണല്ലോ തന്നല്ലോ. ഉത്തർപ്രദേശിൽ നിന്ന് ഇവരുടെ PCC അധ്യക്ഷ ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള BJP നേതാക്കളാരാ? ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. തീവ്ര ഹിന്ദുത്വത്തിൻ്റെ പരീക്ഷണശാലയാണ്, അവസരം തന്നെ പൂർത്തീകരിക്കണം. അവിടെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണ്. അവരുടെ PCC അധ്യക്ഷ, ബൂത്ത് പ്രസിഡന്റ് അല്ല. ചുറ്റിലുമുള്ള മുഴുവൻ പോയി. രാഹുൽ പ്രഭാവത്തിൽ ചുറ്റുമുള്ള ആരും പോകില്ല എന്ത് ആത്മവിശ്വാസത്തിലാണ് കാണാൻ കഴിയുക? പോട്ടെ, സോണിയ കുടുംബത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തനാണ് KV തോമസ്. മലയാളിയായ KV തോമസ് പോയിട്ടില്ല. പക്ഷേ ഒരു മിനിറ്റ്, അതല്ല പ്ലീസ്. അദ്ദേഹം ഒരു രാത്രി മുഴുവൻ കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും അദ്ദേഹം എങ്ങനെ നിർത്തി? ഇനി പോട്ടെ, ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇനി രണ്ട്, ശ്രീ PC വിശ്വനാഥേ, താങ്കൾ എത്ര കണ്ട് പച്ചക്കള്ളമാണ് പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയാമോ? നിങ്ങൾ പറയുന്നു 1977 അദ്വാനി വന്ന്
വോട്ട് ചോദിച്ചു എന്ന്. ശരിയാണ്. അദ്വാനി എന്ന് ആരായിരുന്നു? ജനസംഘത്തിൻ്റെ നേതാവായിട്ടല്ല, ജനതാ പാർട്ടിയുടെ നേതാവായാണ് വരുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ വാഴ്ചയ്ക്കെതിരെ ജനതാ പാർട്ടിയിൽ ഈ പറയുന്ന ജനസംഘം ഉൾപ്പെടെ ജനതാ പാർട്ടിയുടെ ഭാഗമായി, അതിന്റെ ഭാഗമായി അന്ന് ഇടതുപക്ഷവും ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ചരിത്രത്തെ ഇതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട PC വിഷ്ണുനാഥ് പറയരുത്, പച്ചക്കള്ളങ്ങൾ പറയരുത്. നിങ്ങൾ RSS ആയി പിന്നെ ഒരു കാര്യം നിങ്ങൾ പറയുന്നു ഞങ്ങളാണ് വളർത്തിയത് 1989 തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം. വിഷ്ണു, ഇനി 5 മിനിറ്റാണുള്ളത്. 3 പേർക്കുമായി വീതിക്കുകയാണ്. വിഷ്ണു മറുപടി നൽകാം. ഞാൻ ഈ പശ്ചിമ ബംഗാളിലെ MLA പോയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റഹീം പറഞ്ഞത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ്. ഞങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. വേറെ പാർട്ടിയിൽ പോയി ചേരുന്നവരെ ഞങ്ങൾ പുറത്താക്കാറുണ്ട്. അത് വലിയ കാര്യമൊന്നുമല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏതെങ്കിലും CPM നേതാവിനെ എവിടെയെങ്കിലും നേരിട്ടോ ചാനലിലോ കാണുമ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു ചോദ്യം റഹീമിനോട് ഇന്ന് ഈ മാതൃഭൂമിയുടെ ഒരു അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് BJPയിലേക്ക് പോയാൽ ആദ്യം അറിയുന്നത് ഏതെങ്കിലും സഖാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയാണ്. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ചെറുതാകട്ടെ വലുതാകട്ടെ BJPയിലെങ്ങാനും പോയി കഴിഞ്ഞാൽ കിരീടം സിനിമയിലെ കൊച്ചിൻ അനീഫയുടെ വോട്ട് കിരിക്കാടൻ ചത്തേ എന്ന് പറയുന്ന പോലെ കോൺഗ്രസ്സുകാർ BJP പോയെന്ന് പറഞ്ഞിട്ട് വലിയ ആഹ്ലാദ പ്രകടനമാണ്. നിങ്ങൾക്ക് എന്താ ഈ ആഹ്ലാദം? എത്രയോ BJP നേതാക്കന്മാർ ദിവസവും കോൺഗ്രസിലേക്ക് വരുന്നു. മഹാരാഷ്ട്രയിലെ BJPയിലെ സിറ്റിംഗ് MP നാനാ പത്തോൾ കോൺഗ്രസിൽ വന്നു. ഉത്തർപ്രദേശിലെ BJPയിലെ സിറ്റിംഗ് MP സാവിത്രിബായി ഫുലെ കോൺഗ്രസിൽ വന്നു. ബീഹാറിലെ BJPയുടെ സിറ്റിംഗ് MP കീർത്തി ആസാദ് കോൺഗ്രസിലേക്ക് വരുന്നു. BJPയുടെ സിറ്റിംഗ് MP ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിലേക്ക് വരുന്നു. നാഗ്പൂരിലെ BJPയുടെ MLA ദേശ്മുഖ് കോൺഗ്രസിലേക്ക് വരുന്നു. അരുണാചൽ പ്രദേശിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന BJP നേതാവ് 7 MLAമാരും കോൺഗ്രസിലേക്ക് വരുന്നു. ഈ കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുമ്പോൾ ഈ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന നിങ്ങൾ എന്തേ ദുർബലമാകുമ്പോൾ മതേതര പാർട്ടികളിലേക്ക് ഒരുപാട് കാലം കാത്തിരുന്ന BJPക്കാർ വരുമ്പോൾ നിങ്ങൾ എന്തേ ഈ ആഹ്ലാദം കാണാത്തത്? BJPയുടെ സിറ്റിംഗ് കോൺഗ്രസിലേക്ക് വരികയാണ്. നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? എന്താ അവർ CPMലേക്ക് വരാത്തത്? എന്താ CPMൽ വരാത്തത്? ഒരു BJP MPയും എന്താ CPMൽ വരാത്തത്? എന്താ പ്രസക്തിയുള്ളത്? ഞാൻ ചോദിക്കുന്നത് മറുപടി കേൾക്കാൻ പറയട്ടെ. താങ്കൾ ഊഴമാണ്, പറഞ്ഞോളൂ. അതെ, എനിക്ക് രണ്ടുപേരോടും പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. എനിക്കൊരേ ഒരു ചോദ്യമാണ് റഹീമിനോട് ചോദിക്കാനുള്ളത്. പൊന്നാനിയിൽ നിങ്ങൾ പൊന്നാനിയിൽ നിങ്ങൾ രാഹുലിന് വേണ്ടി വോട്ട് പിടിക്കുന്നു, വയനാട്ടിൽ നിങ്ങൾ രാഹുലിനെ എതിർക്കാൻ ശ്രമിക്കുന്നു, കന്യാകുമാരിയിൽ രാഹുലിൻ്റെ കൂടെ നിന്ന് പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കുന്നു, അവിടെ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ സാരിയുടെ തുമ്പിൽ നടക്കുന്നു. എന്ത് രാഷ്ട്രീയ സഹായം നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ തുറന്നു പറ. അതേപോലെ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട വിഷ്ണുവിനോടാണ്. വിഷ്ണു, നിങ്ങൾ തലകുത്തി കിടന്ന് പറഞ്ഞാലും ശരി, ഭാരതീയ ജനതാ പാർട്ടി തന്നെ, മോദി തന്നെ പ്രധാനമന്ത്രിയാവും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു സ്ഥാനാർത്ഥിയെ അപമാനിക്കരുത് മിസ്റ്റർ വിഷ്ണു. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സാബു രാഷ്ട്രീയത്തിലുണ്ട്. 2004-ൽ, 2009-ൽ, 2014-ൽ, 2016-ൽ അയാൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് സാബു. ആ സാബുവിനെ നിങ്ങൾ മീശ വെക്കുന്നതിന് മുമ്പ് ഇന്ന് ഈ കേരള രാഷ്ട്രീയത്തിൽ മത്സരിച്ച ആളാണ് സാബു. ആ സാബുവിനെ നിങ്ങൾ അപമാനിച്ചത് മോശമാണ്. ശ്രീ വിഷ്ണുനാഥ് ഇങ്ങനെ കാത്തിരുന്ന് വെച്ച ചോദ്യമാണല്ലോ. അദ്ദേഹം ചോദിക്കുകയാണ്, BJPയിൽ നിന്ന് മതേതര പാർട്ടികളിലേക്ക് ആളുകൾ വരുന്നുണ്ട് എങ്കിൽ അതൊരു വാർത്തയല്ല, അത് വരണം, അത് വരേണ്ടതാണ്. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരോ CPIMൽ പ്രവർത്തിക്കുന്നവരോ നിങ്ങൾ BJPയിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് വാർത്ത, അത് തന്നെയാണ് ന്യൂസ് വാല്യൂ. രണ്ട് കേൾക്ക് നിങ്ങൾ എന്തിനാ പ്രതിരോധിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ദുർബലമായി പ്രതിരോധിക്കേണ്ടി വരുന്നത്? നിങ്ങളുടെ മുഖ്യമന്ത്രിമാർ പോയതിനെ കുറിച്ചാണ്, നിങ്ങളുടെ PCC അധ്യക്ഷന്മാർ പോയതിനെ കുറിച്ചാണ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതൃനിരയിൽ പ്രവർത്തിച്ചവർ AICCയുടെ വക്താവ് പോയതിനെ കുറിച്ചാണ്. ഇതല്ല മറുപടി. എന്തുകൊണ്ട് പോകുന്നു എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം മാറുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നതോടുകൂടി തന്നെ ഇവിടെ സോണിയാഗാന്ധിയും പ്രിയങ്കയും ഒക്കെ പ്രചാരണത്തിനെത്തും. അത് ഏത് രീതിയിലാണ് പ്രതിരോധിക്കുക CPM BJP എന്നൊക്കെയാണ് ഇനി കാണേണ്ടത്. നമ്മുടെ സമയം അവസാനിക്കുന്നു. അടുത്ത ദിവസം കാണാം. അടുത്ത പരിപാടി തിരഞ്ഞെടുപ്പ് ചോദ്യങ്ങളാണ്.